പറഞ്ഞ സമയത്ത് ഇറങ്ങണം. എനിക്ക് വയ്യ വാച്ച്മാന്റെ വൃത്തിയുടെ മോങ്ങാണ്. കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ ലാബിലെ പണിയെന്നാ വിചാരിച്ചത്? ബാക്ടീരിയകള് നമ്മൾ പറയുന്ന കേക്കില്ലല്ലോ. ബാക്ടീരിയേക്കാളും കഷ്ടം ഓർത്ത പിള്ളേര്, അതിനേക്കാളും കഷ്ടം ഓർത്ത പ്രിൻസിപ്പാള്. ശമ്പളം ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒഴിഞ്ഞു മാറാൻ തുടങ്ങും. രാഷ്ട്രീയം പറഞ്ഞു. പണം വല്ലതും ആവശ്യമുണ്ടോ വേണോട്ടാ? കൊറേ ഉണ്ടോ കയ്യില്? കൊറേയൊന്നുമില്ല. തൽക്കാലത്തേക്ക് വേണോട്ടിന് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കില് സൂക്ഷിച്ചു വെച്ചോ. ആവശ്യം ഉണ്ടാവും ഭാവിയില്. കോളേജിൽ എങ്ങനെയെങ്കിലും കയറി കിട്ടണം. എന്നിട്ട് ഞാനും ഗൗരവടുത്തി അച്ഛനെ കൂടി നിന്റെ വീട്ടിലേക്ക് ഒരു ദിവസം വരും. അവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടല്ലോ, പിന്നെന്താ? അതല്ല, ഇതൊരു സ്പെഷ്യൽ ലൊക്കേഷൻ. വലിയ ആർഭാടമൊന്നും വേണ്ട നമുക്ക്. ഒതുക്കത്തിലൊരു കല്യാണം. എന്താ? ഒക്കെ ഈശ്വര നിശ്ചയം പോലെ നടക്കട്ടെ വേണോട്ടാ. അതെ, ഇക്കാര്യത്തിൽ എന്റെ ഈശ്വരൻ ഞാനാ. അതിനിടയിൽ ഗൗരിയടുത്തേക്കും കൂടി ഒരാൾ ഒത്തു വന്നാ വരും. വേണോ? ആ, ഇന്നത്തെ അംഗം തീർന്ന വേണോ പോലെ? സാർ വീട്ടിലേക്കല്ലേ? അതെ. കാറി കയറൂ, കൊണ്ടുവിടാം. വേണ്ട, ഞാൻ നടന്നോളാം. കാറൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ പോണ വഴിക്ക് കുറച്ച് പരിചയക്കാരെ കാണാനുണ്ട്. കയറൂന്ന് ഒരാളെ പരിചയപ്പെടാം. അയ്യോ വേണ്ട, ഇപ്പൊ തന്നെ പരിചയക്കാര് കുറച്ചധികം എനിക്ക്. പോട്ടെ. അല്ല നിൽക്കൂ, ഒരു നിമിഷം. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. മലയാളമാണോ പഠിപ്പിക്കുന്നത്? അതെ. മലയാളത്തിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ? എഞ്ചിനീയറോ ഡോക്ടർ ആവാനുള്ള ആഗ്രഹം മുമ്പേ ഇല്ലായിരുന്നു. ഹിസ്റ്ററി എടുക്കാൻ അച്ഛൻ പറഞ്ഞു. പക്ഷെ ഇന്ത്യക്ക് എവിടെ സാർ ചരിത്രം? ചരിത്ര വ്യാഖ്യാനങ്ങളല്ലേ നമുക്കുള്ളൂ. അപ്പോ നമ്മൾ എഴുതി വെച്ചിരിക്കണോക്കെയോ? എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. ഇങ്ങനെ ആള് പറഞ്ഞു കേൾക്കണം ആദ്യമായിട്ടാ. ഞങ്ങള് ഫ്രണ്ട്സ് തമ്മിൽ ഡിസ്കസ് ചെയ്യാറുള്ളത് ഇതൊക്കെ. മലയാളം ആവുമ്പോ വൃത്തവും വ്യാകരണവും കഴിഞ്ഞാൽ ഫിക്ഷനിലേക്ക് കിടക്കാം. അത് മനോരാജ്യമാണ്. മനോരാജ്യത്തിൽ എന്തിനാ സാർ അർത്ഥരാജ്യം? ഈ പാരലൽ കോളേജിലൊക്കെ ശമ്പളമൊക്കെ ശരിക്കും കിട്ടുമോ? ഇല്ല, കൊറേ ഒച്ച വെച്ചാ കുറച്ച് കിട്ടും. പിന്നെ തൽക്കാലം ജീവിക്കാൻ അത് മതിയല്ലോ. തൽക്കാലം സിഗരറ്റിന് മറ്റുള്ള കാശ് ഇവിടെ നിന്ന് കിട്ടും അല്ലേ? പുകവലി തുടങ്ങിയിട്ടില്ല ഞാൻ. തുടങ്ങുവോ? എന്ന് വെച്ചാ ഒരു കാര്യത്തിലും ഞാനൊരു ഫണ്ടമെന്റലിസ്റ്റ് അല്ല. പോട്ടെ പോട്ടെ സാറേ. സാർ ആരാന്ന് മനസ്സിലായോ? പിന്നെ നന്ദോപാല സാറ്. സാറിന്റെ ആർട്ടിക്കിൾസ് ഒക്കെ ഞാൻ റെഗുലർ ആയിട്ട് വായിക്കാറുണ്ട്. ബൈ. ഐ എം ഇംപ്രസ്ഡ്. ഇത് നമുക്ക് ആലോചിക്കാം.